ഫ്യൂച്ചറിൽ എന്ന് പറയുമ്പോൾ ടീച്ചിങ് ഫീൽഡേ മാറും. ഒരു 5 years ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫീൽഡ് മാറി വേറെ രീതി തന്നെയാവും. അപ്പോൾ സാറിൻ്റെ ഒരു വിഷൻ എന്താണ്? ഇവിടെ പഠിച്ചു വരുന്ന ടീച്ചേഴ്സിന് എന്തൊക്കെ ഒരു ബാക്കിയുള്ളവരിൽ നിന്ന് എങ്ങനെ ഡിഫറൻ്റ് ആവും, അതേപോലെ തന്നെ ടീച്ചിങ് ഫീൽഡിൽ എത്രത്തോളം ഡിഫറൻസ് വരും എന്നാണ് വിചാരിക്കുന്നത്? ടീച്ചിങ് ഫീൽഡിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് ഒരുപാട് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും. എന്തായാലും ടെക്നോളജി എന്തായാലും അഡ്വാൻസ്ഡ് ആവും. സോ ടീച്ചേഴ്സിന് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ടീച്ചേഴ്സിന് ഈസി ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡേ ടു ഡേ വർക്ക്സ് ആണെങ്കിലും കുറേ ഡോക്യുമെൻറ്റേഷൻ വർക്ക്സ് ആണെങ്കിലും കുറേ മാനുവൽ വർക്ക്സ് ആണെങ്കിലും ഓട്ടോമേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടി ഈസി ആവും. സോ ടീച്ചേഴ്സിന് കുറച്ചും കൂടി അവരുടെ കോർ ജോബ് എന്ന് പറയുന്നത് ടീച്ചിങ് ആണ് അല്ലേ. കുട്ടികളെ ഒരു ഫ്യൂച്ചറിലേക്ക് അവരെ പ്രിപ്പയർ ചെയ്യുക, എക്സാമിനാണെന്നുണ്ടെങ്കിലും അവരുടെ അക്കാഡമിക്സ് ആണെങ്കിലും അവരെ ഫ്യൂച്ചറിലേക്ക് കരിയറിലേക്ക് പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണല്ലോ ടീച്ചറുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി. അതിലേക്ക് ടീച്ചേഴ്സിന് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ഇമ്പ്രൂവ് ആവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു 90% കാര്യങ്ങളും നമുക്ക് AI വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാനും വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്യാനും നമുക്ക് പറ്റും. സോ ടീച്ചർക്ക് ഒബ്വിയസ്ലി എന്ത് ചെയ്യുക, ടീച്ചിങ്ങിലേക്ക് ആ സ്റ്റുഡൻസിലേക്കും കുറേ ഫോക്കസ് ചെയ്യാൻ പറ്റും. ആ ക്വാളിറ്റി ഓഫ് ടീച്ചിങ് അവിടെ ഇമ്പ്രൂവ് ആവും. സോ നമ്മൾ സൂപ്പർ ട്യൂട്ടറും ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് അത് പിന്നെ ആ ഒരു ടെക്നിക്കൽ സൈഡ് ഈസി ആയിട്ട് വരികയാണ്. അത് ടീച്ചേഴ്സിനത് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കും. അത് ടീച്ചേഴ്സിന് അത് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അവർക്ക് ആ ഒരു കോർ ടീച്ചിങ്ങിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ AI ടൂൾസും ടെക്നിക്കൽ ടൂൾസും പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു ടീച്ചിങ് സൈഡ് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അൾട്ടിമേറ്റ്ലി ആ ഒരു സ്റ്റുഡൻറ്റിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. അവിടെ ഒരുപാട് മാറ്റങ്ങൾ, റിസർച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെയിൻലി ഞാൻ നേരത്തെ ഇനീഷ്യലി പറഞ്ഞ പോലെ തന്നെ പേഴ്സണലൈസേഷൻ എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത്. സോ പിന്നെ അവർക്കാണെങ്കിൽ AI ടൂൾസ് ഒക്കെ വരുന്നതുകൊണ്ട് അവരുടെ ഒരുപാട് ടൂൾസോടെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവർക്ക് കുറേ സമയം ക്ലാസ് എടുക്കാനോ കൂടുതൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനും പറ്റുകയാണ്. അതിലൂടെ തന്നെ അവർക്ക് കൂടുതൽ ഏൺ ചെയ്യാനും പറ്റുകയാണ്. അതൊക്കെയാണ് നമ്മൾ അതിലൂടെ വിഷൻ ചെയ്യുന്നത്.